ബാബിൻ്റെ ഒരു പാഠമാണ്. ബാബെന്ന് മാത്രം പറയുമ്പോൾ നമ്മളുടെ പാഠവുമായിട്ട് തന്നെ ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? ഹദ്ദസന അബുദാൻ, അബുദാൻ എന്ന് പറയുമ്പോൾ ഹദീസ് പറഞ്ഞു. കാല അഖ്ബർന അബ്ദുള്ള, അബ്ദുള്ള എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു. കാല അഖ്ബർന യൂനുസ് അനി സുഹരി, യൂനുസ് എന്നവർ അനി സുഹരി, സുഹരി മാമനെ തൊട്ട് ഹദീസ് പറയുന്നു. റളിയല്ലാഹു അൻഹു. തഹവീൽ ഹാ കാണുന്ന അത് മാറ്റം, ഹദീസിന്റെ സനദിൽ മാറ്റം വരുമ്പോഴാണ് ഹാ കാണുന്നത്. ഹദ്ദസന ബിഷ്ർ മുഹമ്മദ്, ബിഷ്ർ മുഹമ്മദ് എന്നവർ ഹദീസ് പറഞ്ഞു നമ്മൾ. കാല അഖ്ബർന അബ്ദുള്ള, അബ്ദുള്ള എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു. കാല അബ്ദുള്ള എന്നവർ പറയുന്നു. അഖ്ബർന യൂനുസ്, യൂനുസ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു. അപ്പം മാമർ, മാമർ എന്നവർ അനി സുഹരി, സുഹരി മാവിനെ തൊട്ട് നെഹബഹു ഹദീസ് പോലോത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സനദിലൂടെയും ഹദീസിൻ്റെ കണ്ടന്റ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അർത്ഥം ആശയം. കാല അഖ്ബറനി ഉബൈദുള്ള, അദ്ദേഹം പറയാണ് ഉബൈദുള്ള എന്ന് പറയുമ്പോൾ ഖബർ പറഞ്ഞു. ഇബ്നു അബ്ദില്ല, ആരാണ്? അബ്ദുള്ള എന്ന് പറയുന്ന മകനാണ്. അനിബിന് അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട്. കാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അജ്വദൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. കാന അജ്വദുമായ യകൂനു ഫി റമദാൻ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരിക്കുന്നത് അത് റമദാൻ മാസത്തിലാണ്. സർവ്വവ്യാപിയായിട്ട് പ്രവാചകരുടെ രീതി അതാണ്. ഹദീസിൽ വരാറുണ്ട്, കൂമ്പാരം, സ്വർണത്തിൻ്റെ കൂമ്പാരം, വെള്ളിയുടെ കൂമ്പാരം, മനസ്സിലായില്ലേ? ഈന്തപ്പഴത്തിൻ്റെ കൂമ്പാരം, അങ്ങനെ ഭക്ഷണ വിഭവങ്ങളുടെ കൂമ്പാരം പ്രഭാതത്തിലെ പ്രവാചകരുടെ മുറ്റത്തും തീരുന്ന പ്രത്യക്ഷപ്പെട്ട് കാണും. വൈകുന്നേരം ആകുമ്പോഴേക്കും തീരണം, അതൊക്കെ കാലിയായി ഫ്ലാറ്റായിരുന്നു. മനസ്സിലായില്ല? പിന്നെയോ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ജമാഅത്തിൽ പങ്കെടുത്ത് ഇമാമത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമായി സലാം വീട്ടിക്കഴിഞ്ഞ് ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേഗത്തിൽ സഫുകൾക്കിടയിലൂടെ കടന്ന് സ്വന്തം ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് പോയി. അപ്പോൾ പ്രവാചകരുടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേഗത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ സഹാബത്തിൽ ചെറു ചോദിച്ചു, എന്താ അങ്ങനെ വേഗത്തിൽ പോയെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ദീനാറ്, 1-2 ദീനാറ് ഇരിപ്പുണ്ട്, അത് കൊടുത്തില്ലല്ലോ എന്നുള്ള ചിന്ത എന്നെ തലയിൽ ബാധിച്ചു. അടുത്തും ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെ കിട്ടുന്നത് മുഴുക്കെ, മനസ്സിലായില്ലേ, എല്ലാം എടുത്തു കൊടുക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു. അപ്പം കാന അജ്വദുമായ യകൂനു ഫി റമദാൻ, അത് ആ ധർമ്മിഷ്ഠതയുടെ ഏറ്റവും അഗ്രസ്തരായ അവസ്ഥയിലേക്ക്, ഏറ്റവും സൂപ്പർ അൾട്ടിമേറ്റ് അവസ്ഥയിലേക്ക് എത്തുന്നത് റമദാൻ മാസത്തിലാണ്. ഇനി അൽക്കാവ് ജിബ്രീൽ, അതെപ്പോഴാ? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് കണ്ടുമുട്ടുന്ന ആ കൂടിക്കാഴ്ച നടക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ കാന എൽക്കാവു ഫീ കുല്ലി ലൈലത്തിൻ, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എല്ലാ രാത്രിയിലും കാണുമായിരുന്നു. മിൻ റമദാൻ, റമദാനിൽ എല്ലാ രാത്രിയിലും കാണുമായിരുന്നു. അപ്പോൾ 6 ഹിറയിലുള്ള സംഭവം നമ്മൾ പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പായി. മനസ്സിലായില്ലേ? എൻ്റെ ഏറ്റവും വലിയ റഫീഖ്, എൻ്റെ സ്നേഹിതൻ ആരെ പറ്റി പറഞ്ഞ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ. ഫയുദാരിസുഹുൽ ഖുർആന, അങ്ങനെ ഈ റമദാനിലെ എല്ലാ രാത്രിയിലുമുള്ള കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും പണി? മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്ക് പല ഫ്രണ്ട്സും ഉണ്ട്, പല സുഹൃത്തുക്കളും. അപ്പം ചങ്കെന്നൊക്കെ പറയലോ, ചങ്ക് ബ്രോ എന്നൊക്കെ പറയില്ലേ. അപ്പം ഡെയിലി കാണുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും, എപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഒരു ഇന്നിപ്പോൾ ഇനി കണ്ട, ഇന്നിപ്പോൾ ഇന്നലെ കണ്ടവരൊന്നും തോന്നും. അത്ര സൗഹൃദം അങ്ങനെ മുറ്റി തുളുമ്പുമ്പോൾ മാത്രമാണ് എല്ലാ ദിവസവും കൂടിക്കാഴ്ച ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇവർ കൂടിക്കാണുമ്പോഴുള്ള അവിടുത്തെ സംഭാഷണം, ഭാഷണം, തമ്മിലുള്ള സംഭാഷണം എന്താ? യുദാരിസുൽ ഖുർആൻ, എന്താണ്? ഖുർആൻ അവർ ഭാഷണം നടത്തും. ഖുർആൻ ദർസ് നടത്തും. ദർസ് ഇത് നമ്മൾ കേൾക്കുന്ന ഭാഗമല്ല. ദർസ് അല്ലേ? പള്ളി ദർസ്, അറബി കോളേജിൽ ദർസ് അല്ലേ? അത് അവിടെ നിന്ന് പോകണം. എവിടുന്ന? മിനല്ലാഹ് മിൻ ജിബ്രീൽ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ?
ഫയുദാരിസുൽ ഖുർആൻ, ഖുർആൻ എന്താണ് ദർസ് കൊടുക്കുക. പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അജ്വദു ബിൽ ഖൈർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും ഖൈർ കൊണ്ട് ഏറ്റവും ധർമ്മിഷ്ഠരായിരിക്കും. മിനർ റീഹിൽ മുർസലത്തി, നന്മയുമായി ഗുണഗണ സമൃദ്ധിയുമായി അള്ളാഹു താല പറഞ്ഞയച്ചിരിക്കുന്ന, അള്ളാഹുവിനാൽ പറഞ്ഞയക്കപ്പെട്ട കാറ്റിനേക്കാളും. മനസ്സിലായില്ലേ? പിന്നാളൊരു വീഡിയോ കണ്ടു, ലോകത്ത് ഓക്സിജൻ 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ് ഇല്ലാതാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക. മനസ്സിലായില്ലേ? മനുഷ്യന്മാരൊന്നും മരിച്ചു പോകില്ല. ചിലപ്പോൾ 5 സെക്കൻഡ് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും, ഓക്സിജൻ ഇല്ലാതെ കഴിയാൻ ജീവിക്കാൻ കഴിഞ്ഞേക്കും. ശ്വാസം പിടിച്ചിങ്ങനെ ശ്വാസം പിടിക്കുന്നില്ല. പക്ഷേ ആ 5 സെക്കൻഡ് ഭൂമി ലോകത്ത് ഓക്സിജൻ ഇല്ലാതായി പോയാൽ ആ വീഡിയോ നമ്മൾ ഞെട്ടിപ്പോവും. ഈ ഇന്നലെ ഇരുമ്പൊക്കെ ഇല്ലേ, ഇരുമ്പൊക്കെ ഇതായിപ്പോവും. ഇരുമ്പിങ്ങനെ കൂടി നിൽക്കണ്ടല്ലോ, ആ കൂടി നിൽക്കുന്ന ഇരുമ്പൊക്കെ എന്തായിപ്പോവും, ഇതായിപ്പോവും. അപ്പോൾ ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പായിരിക്കും, കപ്പൽ തകർന്ന് തരിപ്പണമാവും. ഇരുമ്പില്ലാത്ത സാധനം എന്താ? എല്ലാത്തിലും ഇരുമ്പാണ്. നമ്മളെ വാക്കത്തിയും കത്തിയും ഒക്കെ ഇരുമ്പാണ്. അതൊക്കെ പൊട്ടി അതിൻ്റെ തന്മാത്രകൾ അതിൽ പിടിച്ചിക്കാൻ കഴിയില്ല, ഒക്കെ പൊട്ടും. പിന്നെ പറഞ്ഞ ഞാൻ മൊത്തം പ്രശ്നമാണ്. എത്ര? 5 സെക്കൻഡ്. എന്താണ്? ഓക്സിജൻ ഇല്ലാതായാൽ. ഇപ്പം ശാസ്ത്രം പറയുന്നു, നമുക്ക് പച്ചക്കന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ കാറ്റിങ്ങനെ നടക്കുക, അപ്പോൾ നമ്മൾ ഫാൻ ചെക്കണം. മനസ്സിലായില്ലേ? കാറ്റിൻ്റെ സഞ്ചാരം ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരങ്ങളില്ല എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, ജീവിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുമായി അല്ലാഹു തആല ലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സംഭവമാണ് കാറ്റ്, വായു, അതിൻ്റെ ആഗമനവും ബഹിർഗമനവും. മനസ്സിലായില്ലേ? അതെത്രത്തോളം ഹൈറ് മാനവരാശിക്ക് അല്ലെങ്കിൽ ലോകത്ത് നൽകുന്നുണ്ട്, അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതിനേക്കാളും അജൂതായിരിക്കും ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം റസൂലിൻ്റെ ആ ജൂത്, ആ ധർമ്മിഷ്ഠതയുടെ വലിപ്പം കാണിച്ചു തരാണ്. മനസ്സിലായില്ലേ? ഇത്ര ധർമ്മ മനസ്ഥിതിയുടെ ആയിരിക്കും പ്രവാചകർ ആ സമയത്ത് കഴിയുക കേട്ടോ. അല്ല, അൽ ഫവായിദ്, ഇതിൽ നിന്ന് വരുന്ന പ്രയോജനം എന്താ? ഹദീസിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം എന്താ? പിന്നെ അൽ ഹിസ്സു അലൽ ജൂദ് വൽ ഇഫ്ലാൽ ഫീ കുല്ലി ലൗഖാത്ത്, എല്ലാ സാഹചര്യത്തിലും എന്ത് ചെയ്യുക? ജൂദ്, ധർമ്മം കേട്ടോ. പിന്നെ വൽ ഇഫ്ലാൽ, ആളുകളോട് ഔദാര്യപൂർവ്വം എന്ത് ചെയ്യുക? വർണ്ണിക്കുക. കഴിഞ്ഞില്ലേ? ഔദാര്യത്തോടെയും ധർമ്മ മനസ്ഥിതിയോട് പെരുമാറുക. അത് വളരെ വലിയ ഒരു ക്വാളിറ്റിയാണത്. മനസ്സിലായില്ലേ? അതിൽ ശക്തമായ പ്രേരണ ഹദീസിലുണ്ട്. അപ്പോൾ സിയാദത്തു മിൻ ഹാഫി റമദാൻ, അതിൽ ഏറ്റവും ഉണ്ടാവണം, വർധനമുണ്ടാവണം എപ്പോൾ? റമദാൻ മാസത്തിൽ. റമദാൻ സവിശേഷമായൊരു മാസമാണ്. അപ്പോൾ ഇന്ത്യയിൽ ജിത്യമായി ബി സ്വാലിഹീൻ, സാലിഹീങ്ങളുമായി സംഗമിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെന്ത് ചെയ്യണം? ആ ധർമ്മിഷ്ഠതയ്ക്കും അതുപോലെ ഔദാര്യ മനസ്സിലേക്കും വളർന്നുകൊണ്ടാണ്. കാരണം സ്വാലിഹായ അസ്ലഹുസ്വാലിഹീൻ, സാലിഹ്യങ്ങളുടെ ഘട്ടത്തിൽ വെച്ച് ഏറ്റവും സ്വാലിഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മലക്കുകളുടെ നേതാവായ എന്താ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിൽ കൂടിക്കാഴ്ച. മനസ്സിലായില്ലേ? ആ കൂടിക്കാഴ്ചയുടെ ഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഈ ധർമ്മിഷ്ഠത ഒരുക്കുന്നത്. പൈന്തൽ ഇജ്തിമായി സ്വാലിഹീൻ, സാലിഹ്യങ്ങളുമായി കൂടിക്കാടുന്ന അവസരത്തിൽ മിൻഹ സിയാറത്തുൽ സുലഹായി വഅഹ്ലിൽ ഫദ്ലി വമുജാലസതിഹിം, പിന്നെ വതക്രീരി സിയാറതിഹിം വമുവാസലതിഹ, എന്ത് ചെയ്യുക? സ്വാലിഹീങ്ങളായ ആളുകളുമായിട്ട് എന്ത് ചെയ്യുക? അവരുടെ കൂടിക്കാഴ്ച നടക്കുക. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അത് നമ്മൾ സമയം ഉണ്ടാക്കിയപ്പോൾ കൊള്ളണം. മനസ്സിലായില്ലേ? അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മളിങ്ങനെ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് സമയം കണ്ടെത്തി എന്ത് ചെയ്യണം? നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് സാലിഹീന ആൾക്കാരുടെ വിട്ട് മുസാഫത്ത് ചെയ്യുക, സലാം പറയുക, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, മതിയല്ലോ. പറഞ്ഞ അത്രയെങ്കിലും. മനസ്സിലായില്ലേ? അതിന് സമയം കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യണം? സമ്പത്തും കണ്ടെത്തണം. കണ്ടോ? സിയാറത്തു സുലഹായി വാഹിദിൽ ഫദ്ൽ കേട്ടോ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അവിടെ പോയി കാണുക, മരണപ്പെട്ടു പോയ നല്ല മഹത്തുക്കളുടെ ആൾക്കാരുടെ കബറിടങ്ങളിൽ പോവുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ദുആ ഇപ്പോൾ കിട്ടിയിട്ട് വേണ്ടായിരിക്കും. കാരണം അവരുടെ ജീവിതം കൊണ്ട് അവർ നേരിട്ടുണ്ടാവും, വിജയം നേടിയിട്ടുണ്ടാവും. പക്ഷെ അവരെ നമ്മൾ സന്ദർശിക്കുക വഴി അവരുടെ ഇഷ്ടം നമ്മളോടുണ്ടാവും. അറിയില്ലേ? അവരുടെ ഇഷ്ടം നമ്മളോടുണ്ടാവും. അവരുടെ ഇഷ്ടം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാവും.
ചില ഔലിയാക്കളെ ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ അഹലിൽ ഫദലി ഓ മുജാലസി, അവരുമായിട്ട് കൂടിക്കഴിയുക. അവിടെ പോയിട്ട് അവർക്ക് ഇടങ്ങേറുണ്ടാക്കരുത്, അവരുമായിട്ട് നല്ല നിലയ്ക്ക് കൂടിക്കഴിയുക കേട്ടോ. അപ്പോൾ തക്രീര് സിയാറത്തെയും, ആ സിയാറത്ത് ആവർത്തിക്കുക പെർ ഡേ, എല്ലാ ദിവസവും റമദാനിൽ രാത്രി ആര് അപ്പോൾ സിയാറത്ത് ആവർത്തിക്കുക. തക്രീര് സിയാറത്തി അപ്പോൾ മുവാസലത്തിയ, ആ ബന്ധം ഊഷ്മളമായി എന്ത് ചെയ്യുക, നിലനിർത്തിക്കൊണ്ട് പോവുക. ഇതാ കാനൽ മസൂറു ലാ യക്കറു ദാലിക, മനസ്സിലായില്ലേ? ആ സന്ദർശിക്കപ്പെടുന്നയാൾ അത് വെറുക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല, സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വിശ്വസ്ത ഒരിക്കലും ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ. മനസ്സിലായില്ല? അത് പ്രത്യേകം ശ്രദ്ധിക്കും. റമദാൻ മാസത്തിൽ എന്ത് ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്ത് എന്ത് ചെയ്യുക, പെരുപ്പിക്കുക. ഖുർആൻ പാരായണം ചെയ്ത് പെരുപ്പിക്കുക കേട്ടോ റമദാൻ മാസത്തിൽ. മിൻഹ ഇസ്തിഹ്ബാബ് മുദാറസത്തിൽ ഖുർആനി വഗൈരിഹി മിനൽ ഉലൂമി ശരീഅത്തി ശർഇയ്യത്തി, ശർഇയ്യായ വിജ്ഞാനങ്ങളാൽ ഖുർആൻ ഖുർആൻ അല്ലാത്ത മറ്റ് വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ദർസ് എടുത്തു കൊടുക്കുക. അത് സുന്നത്താണ്. മനസ്സിലായില്ലേ? ഒരു നാട്ടിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പറഞ്ഞ് കിട്ടുകയുമാണ്. മനസ്സിലായില്ലേ? അത് സുന്നത്താണ്. മിൻഹ അന്നഹു ലാ ബഅസ ബിഅൻ യുഖാല റമദാൻ, റമദാൻ എന്ന് മാത്രം പറയാം. ആ മാസത്തിൻ്റെ പേരാണ് എന്ത്? റമദാൻ. ഷഹർ ചേർക്കാതെ റമദാൻ എന്ന് മാത്രമാണ്. ഖുർആൻ ഹദീസിൽ എന്ത് ചെയ്തു? റമദാൻ എന്ന് മാത്രം വന്നിട്ടുണ്ട്. മിൻ ഗൈരി ദിക്രി ഷഹർ, ഷഹർ എന്ന പദം ചേർക്കാതെ അല്ല സഹീ, അവിഷയത്തിലുള്ള സഹിയായ അഭിപ്രായത്തിൽ, സഹി അല്ലാത്ത മറ്റൊരു അഭിപ്രായം എന്താണ് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ആണ് സഹി പറയാം. അലാമായ കലാം ഫീഹി ഇൻഷാ അല്ലാഹു തആല. അത് സംബന്ധമായ വിശദമായ സംസാരം എന്താണ് ഇനി പിന്നീട് കിതാബിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മിൻഹ അന്നൽ ഖിറാഅത്ത, നിശ്ചയമായി ഖുർആൻ പാരായണം ചെയ്യലാവുന്ന അഫ്ദൽ, അതാണ് ശ്രേഷ്ഠം. ഇനെ തസ്ബീഹ്, എന്തിനേക്കാൾ? തസ്ബീഹ് ചെല്ലുന്നതിനേക്കാളും ശ്രേഷ്ഠം എന്താണ്? ഖുർആൻ പാരായണം ചെയ്യലാണ്. കാരണം ഫസായിലുള്ള കാര്യം മറ്റു ദിക്റുകൾ ചെല്ലുന്നതിനേക്കാളും പവിത്ര, അതിൻ്റെ തർത്തീബ് നോക്കുമ്പോൾ, ദർജ നോക്കുമ്പോൾ ഏറ്റവും ഔലാദാണ് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇത് ലൗകാന ദിക്റു അഫ്ദൽ, കാരണം നിശ്ചയമായി ദിക്ർ ചെല്ലലാണ് ശ്രേഷ്ഠമായിരുന്നുവെങ്കിൽ, മുസാബി അല്ലെങ്കിൽ എന്താണ്, ഖുർആൻ പാരായണം ചെയ്യുന്നതിനോട് കിടപിടിക്കുന്ന സ്ഥാനം ഇതിനുണ്ട് ദിക്ർ ചെല്ലുന്നതിനുണ്ടായിരുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വസ്സലാം അത് രണ്ടും ചെയ്തേനെ. മനസ്സിലായില്ലേ? ഒരു കൂടുമ്പോഴെല്ലാം എന്താണ്, ഖുർആൻ ഇങ്ങനെ പരസ്പരം എന്താണ് ചർച്ച ചെയ്തിട്ടിരുന്നു. അതെന്താണ്, പരസ്പരം ഓതിക്കൊടുക്കലും കേൾക്കലുമായിട്ടായിരുന്നു അവർ കഴിഞ്ഞു കൂടിയത് കേട്ടോ. അവരതിനെ ചെയ്തേനെ, ദായിമൻ നിത്യമായി ചെയ്തേനെ, ഔഫി ഔഖാത്തിൻ, അല്ലെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും ചെയ്തേനെ കേട്ടോ. തക്കുറുജിത്യമായിമ, എല്ലാ ദിവസവും 30 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജിത്തിമാ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാ സമയത്തും ചെയ്തത് ഖുർആൻ ദർസായിരുന്നു കേട്ടോ. ഫൈൻ കുൽത്ത അൽ മഖ്സൂദ് തജ്വീദുൽ ഹിഫ്ള്, നീ ഈ പറയുന്ന കണ്ടെത്തലിന് എന്ത് ചെയ്തു, ഒരു ചിന്ത, ഒരു ചോദ്യം നിന്നിൽ നിന്നുണ്ടായതാൽ, ഈ റമദാനിലെ കൂടിക്കാഴ്ചയിലെ വസ്സലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിക്കണ്ടത് എന്താണ്? അതിൻ്റെ ഉദ്ദേശം, മഖ്സൂദ് ഉദ്ദേശം തജ്വീദുൽ ഹിഫ്ള്, ഖുർആൻ ഹിഫ്ള് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, പുതുക്കുക. തജ്വീദുൽ ഖുർആനിൽ തജ്വീദില്ലേ, അപ്പോൾ ഖുർആനെ ഹിഫ്ളിനെന്ത് ചെയ്യുക, തജ്വീദ് ചെയ്യുക, അതിനെ പുതുക്കി 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 എന്ത് ചെയ്യുക, ഒന്നാക്കി അതിനെ കൂടുതൽ എന്ത് ചെയ്യുക, തെളിക്കുക. ഇതാണ് ഉദ്ദേശം എന്ന് നീ പറഞ്ഞാൽ, കുൽത്തു, ഞാൻ പറയുന്നു, ഇന്നൽ ഹിഫ്ള, നിശ്ചയമായും ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബൈഹാർട്ടാകുന്നത് കാന, അത് കിട്ടിക്കഴിഞ്ഞു. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, അല്ലേ? നമ്മൾ ബോധി കഴിഞ്ഞു അല്ലേ? ഖുർആൻ എന്ത് ചെയ്യുക, വഹി ഇറങ്ങുന്ന റബ്ബ് എന്ത് ചെയ്യേണ്ടതില്ല, ചുണ്ടുന്നാവും തത്രപ്പെട്ട് ചലിപ്പിക്കേണ്ടതില്ല. അതിന് നിങ്ങളുടെ ഹൃദയത്തിൽ ബൈഹാർട്ടാക്കി തരേണ്ട ഉത്തരവാദിത്വവും, അത് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഓതേണ്ട ഉത്തരവാദിത്വം ഞാൻ എന്താണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആരാ പറഞ്ഞത്? ഇത് ഇപ്പോൾ ഹാസിലായി കഴിഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്തില്ല, ഈ റമദാനിൽ കൂടിക്കാഴ്ച ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നൽ ഹിഫുള്ള കാന ഹാസില, നിശ്ചയമായി ഹിഫുൽ അത് ഹരസമായി കഴിഞ്ഞു. സിയാത്ത് ഫി തഹസുൽ, നീ കഴിഞ്ഞ സിയാത്ത്, ഹിഫുദിലെ സിയാത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ, ദൗറ എന്നൊക്കെ പറയില്ലേ, ഹിഫുദിന് ദൗറയ്ക്ക് പോകാന്നൊക്കെ പറയില്ലേ, സിയാദത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ അത് ഈ ഹിഫ്ദ് ചെയ്യുന്നതിനുള്ള സിയാദത്താണ് അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ തന്നെ തഹസ്സുൽ അത് കരസ്ഥമാവുന്നതാണ്. വിബാലി ഹാദിൽ മജാലിസ്, ഈ കൂടിക്കാഴ്ചയുടെ ഈ മജ്ലിസുകളുണ്ടല്ലോ, ഇവർക്കിടയിലായ മജ്ലിസ്, ഈ റമദാനിലെ മജ്ലിസിൽ ചില മജ്ലിസുകളെ കൊണ്ട്, കുറച്ച് മജ്ലിസിനെ കൊണ്ട് എന്ത് ചെയ്യും, കരസ്ഥമായി കിട്ടും. എല്ലാ മജ്ലിസിലും തന്നെ ഖുർആൻ തന്നെ.
എന്ന് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ദിക്കറിനേക്കാളും തസ്ബീഹിനേക്കാളും ഔല പദവി, ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്തുണ്ട്? വിശുദ്ധ ഖുർആനുണ്ട് എന്ന് ഇവരുടെ കൂടിക്കാഴ്ചയിൽ ഖുർആനെ മുഖ്യമായി എടുക്കുകയും അതിനെ മാത്രം ഇവർ പരസ്പരം ചർച്ചയ്ക്കും സംസാരത്തിനും ദർശനും എടുക്കുകയും ചെയ്തപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം.